എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കൂടെയുള്ളയാൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾ നിങ്ങളെ ചതിക്കുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാമോ? അതെ, നിങ്ങൾ അറിഞ്ഞ ഭാവം നടിക്കരുത്. നിങ്ങൾ അയാളുടെ ചതിയെപ്പറ്റി അറിഞ്ഞ കാര്യം നിങ്ങൾ അവരെ വിട്ടുകളയുക. പിന്നീട് ജീവിതം മുഴുവൻ അവൻ വ്യാകുലാവസ്ഥയിൽ കഴിയും. നിങ്ങൾ എന്തിനാണ് അയാളെ വിട്ടൊഴിഞ്ഞുവെന്ന്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. പ്രണയിതാവ് ഇടയ്ക്കിടയ്ക്ക് ചതിക്കുകയാണെങ്കിൽ എന്താ ഇടയ്ക്കിടയ്ക്ക് ചതിയും? അത് എങ്ങനെയാണ് വീണ്ടും വീണ്ടും നിങ്ങളെ ഒരാൾ ചതിക്കുന്നത്? പ്രണയിതാവ് അത് പുരുഷനായാലും അത് സ്ത്രീയായാലും അവർ ചതിക്കുന്നതറിഞ്ഞാൽ കുറച്ചുനാൾ കരഞ്ഞോളൂ, വേണമെങ്കിൽ തലയിട്ട് ഭിത്തിയിലിടിച്ചോളൂ, മറന്നു കളയുക. പിന്നീട് ഒരിക്കലും അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു അവസരം കൊടുക്കരുത്. കേട്ടിട്ടില്ലേ, ചീറ്റർ ഈസ് ആൾവേസ് ചീറ്റർ. നിങ്ങൾ ഒരിക്കൽ അവർക്കൊരു അവസരം കൊടുത്താലോ എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ. അടുത്ത തവണയും നിങ്ങൾ അറിയാതെ ചതിക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം അവർ നിങ്ങളെ നല്ലതുപോലെ പഠിച്ചിരിക്കും. എപ്പോഴാണ് നിങ്ങൾ ചതിയിൽപ്പെടുന്നത് എന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ എല്ലാം മറന്ന് മറ്റൊരാളെ അകമൊഴിഞ്ഞ് വിശ്വസിക്കുന്നു. ആ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും. അതുപോലെ നിങ്ങൾ സ്വന്തം കാര്യം നോക്കുന്നത് മറക്കും. ആ സമയം ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആ ആളും നിങ്ങളുടെ കാര്യം നോക്കുന്നത് നിർത്തും. അതാണിവിടെ സംഭവിക്കുന്നത്. പ്രണയിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അതിനിടയിൽ നിങ്ങൾ നിങ്ങളെ മറക്കരുത്. പ്രണയിതാവ് നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇക്കാര്യം അവരെ അറിയിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം പതിയെ പതിയെ ജീവിതത്തിൽ നിന്നും പിന്നീട് മനസ്സിൽ നിന്നും അകറ്റുക. അല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് ഇമോഷണൽ ആവുകയല്ല വേണ്ടത്. ചതി പറ്റിയ ചിലർക്കെങ്കിലും തോന്നും, അല്ല പലർക്കും ഇത് തോന്നാം, അവനെ അല്ലെങ്കിൽ അവളെ അങ്ങനെ വിടാൻ പാടില്ല എന്ന്. കാരണം തന്നെ പോലും മറന്ന് അവരെ സ്നേഹിച്ചതല്ലേ. അവൻ അല്ലെങ്കിൽ അവൾ ഇനി സന്തോഷമായി ജീവിക്കാൻ പാടില്ല എന്ന്. അതുമല്ലെങ്കിൽ ചിലർ കരുതും ജീവിതം മുഴുവനും യഥാർത്ഥ സ്നേഹത്തിനായി അവർ അലയണമെന്ന്. ഇങ്ങനെ കരുതുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും. എൻ്റെ സ്നേഹത്തെ ഓർത്ത് അവൻ കരയണമെന്ന് ആഗ്രഹിക്കുന്നത് സ്ത്രീകളായിരിക്കും. ഇതൊന്നും പാടില്ല കേട്ടോ. ഒരാൾ ചതിച്ചിട്ട് പോയാൽ ഉടൻ കരുതുക ഇത് നിങ്ങളുടെ മാത്രം തെറ്റാണെന്ന്. നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചതിയരെ മനസ്സിലാക്കാതെ ആത്മാർത്ഥമായി സ്നേഹിച്ചതെന്ന്. അതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മാത്രം കരുതുക. അവർ അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് രണ്ടാമതും അവസരം കൊടുത്താൽ, അതായത് നിങ്ങൾ മാപ്പ് കൊടുത്താൽ, ഈ ചതിയെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങളെ വിട്ട് മറ്റൊരാളെ സ്നേഹിക്കുക, അതുമല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കാര്യം കഴിഞ്ഞ് വിട്ടുപോകുക എന്നിങ്ങനെ. ഇങ്ങനെയുള്ളവർക്ക് പിന്നീട് അവസരം നൽകരുത്. അങ്ങനെ ചെയ്താൽ അതായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റ്. കാരണം അവർ നിങ്ങളെ നല്ലതുപോലെ അളന്നിട്ടുണ്ടാകും. നിങ്ങൾ എത്രയുണ്ട്, നിങ്ങളെ ഏതെല്ലാം രൂപത്തിൽ കബളിപ്പിക്കാം, എങ്ങനെ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കാം എന്ന് അവൻ നന്നായി പഠിക്കും. വീണ്ടും അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങളെ വിട്ടുപോവുക തന്നെ ചെയ്യും, തീർച്ച. ഈ അവിശ്വസ്തത പല രൂപങ്ങളിലും വരുന്നു. ചിലർ ബോധപൂർവമോ അബോധപൂർവമോ ബന്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമായി
വഞ്ചനയെ ഉപയോഗിക്കുന്നു. മറ്റു ചിലർ ബാഹ്യ ബന്ധങ്ങളിൽ നിന്ന് സാധൂകരണമോ പൂർത്തീകരണമോ തേടുമ്പോൾ വഞ്ചിക്കുന്നു. മറ്റു ചിലരാകട്ടെ ആവേശഭരിതരായി ഉടനടി സംതൃപ്തി തേടുവാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നവരും ആയിരിക്കും. കാരണങ്ങൾ എന്തു തന്നെയായാലും വഞ്ചന വഞ്ചന തന്നെയാണ്. മറ്റൊരു മാർഗമില്ല എങ്കിൽ മാത്രം ആ ബന്ധത്തെ വീണ്ടെടുക്കുവാനായി തുനിയുക. എന്നിരുന്നാലും, അതായത് അവർ വന്നു കഴിഞ്ഞാലും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അടുത്തു നിർത്തി ദൂരെ നിന്ന് വീക്ഷിക്കുക. ചിലപ്പോൾ വഞ്ചനയ്ക്ക് ശേഷം ബന്ധം വേർപെടുത്താനാവില്ല എന്ന് തീരുമാനിക്കുന്നത് വേദനാജനകവുമായിരിക്കും. അത് ചിലപ്പോൾ അനിവാര്യവും ആയിരിക്കും. നിങ്ങളും ബോധപൂർവമല്ലാതെയോ ബോധപൂർവമോ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വഞ്ചനയ്ക്കുള്ള കാരണം എന്തു തന്നെയായാലും നിങ്ങളുടെ ഈ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയും പഴയ ആ വിശ്വാസം വീണ്ടെടുക്കുകയും വേണം. നിങ്ങളുടെ പങ്കാളിയെയോ നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളെയോ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുകയും പങ്കാളിയോട് ക്ഷമ ചോദിക്കുകയും വേണം. പിന്നീട് ഒരിക്കലും അങ്ങനെയൊന്ന് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയും അരുത്. ഏത് അർത്ഥത്തിലും വഞ്ചന ഒരു വ്യക്തിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നു. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രണയമായാലും ദീർഘകാല ബന്ധമായാലും അവിശ്വസ്തത ആരുടെയും സ്വഭാവത്തിന് നല്ലതല്ല. സാഹചര്യം എന്തു തന്നെ ആയാലും അത് ഒരു അപകടം തന്നെയാണ്. മിക്ക കേസുകളിലും വഞ്ചകൻ അവർ പിടിക്കപ്പെടുമ്പോൾ മാത്രമേ ഖേദിക്കുന്നുള്ളൂ, അല്ലേ? നിർഭാഗ്യവശാൽ ഉൾപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ആ ചതിയന്റെ പ്രവർത്തികളുടെ പ്രഖ്യാതങ്ങൾ അനുഭവിക്കുന്നു. നേരിടേണ്ടി വരുമ്പോൾ വഞ്ചകൻ ക്ഷമ ചോദിക്കുകയോ അറിയാതെയെന്നോ അപകടമെന്നോ വരുത്തി തീർക്കുകയും ചെയ്യാം. എന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയാമായിരുന്നുവെന്ന വസ്തുതയിൽ നിന്ന് ഇത് ഒരു തരത്തിലും കുറയ്ക്കുന്നുമില്ല. ചിലർ കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ലാതെ അവരുടെ പ്രവൃത്തികളെ പാടെ നിഷേധിച്ചേക്കാം. ഇവരെയാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. നമ്മൾ അവസരം കൊടുത്തിട്ടാണ് അവർ നമ്മളെ ചതിക്കുന്നത്. അത് ശരി തന്നെയാണ്. എന്നാൽ നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ചു. അതാണ് അവർക്ക് എളുപ്പത്തിൽ നമ്മെ ചതിക്കാനായത്, അല്ലേ? വഞ്ചനയും നുണയും ഒരിക്കലും പോരാട്ടങ്ങളല്ല. അവ വേർപിരിയലിൻ്റെ കാരണങ്ങൾ മാത്രമാണ്. എപ്പോഴും ഇത് മനസ്സിലുണ്ടായിരിക്കട്ടെ. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.